നമസ്കാരം. ഇന്നലെ US മാർക്കറ്റുകളെല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.8%, S&P 500 1.5%, നാസ്ഡാക്ക് 2.5% പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. എയർ റിലേറ്റഡ് സ്റ്റോക്കുകളിലെല്ലാം ഇന്നലെ ഒരു ബൈങ് കണ്ടിരുന്നു. പ്രധാനപ്പെട്ട റീസൺ അമേരിക്കയിലെ ഷട്ട് ഡൗൺ ഏതാണ്ട് അവസാനമാവുക എന്നുള്ളതാണ്. അവര് റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റിക്കുകളും തമ്മിൽ ഇതിനകത്തൊരു ഒത്തുതീർപ്പുണ്ടാവുകയും അതിന്റെ ഷട്ട് ഡൗൺ അവസാനിക്കാനുള്ള പ്രൊസീജിയർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഹെൽത്ത് കെയർ സബ്സിഡിയും അതുപോലെ പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കാനും അവർക്ക് സാലറി കൊടുക്കാനുള്ള കാര്യത്തിലേക്ക് സമവായമായത് അമേരിക്കൻ മാർക്കറ്റുകളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വന്ന കൺസ്യൂമർ സെന്റിമെന്റ് ഡേറ്റയും മോശമാണ്. ഇത് ഇത്തരത്തിൽ മോശമാകുന്നത് എക്കോണമി ചെറിയ സ്ട്രഗിൾ നേരിടുന്നുണ്ട്. കാരണം ആൾക്കാർക്ക് സാലറി കിട്ടിയെങ്കിൽ അത് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിൽ നിലവിൽ ഉണ്ട്. AI ബബിൾ ആണെന്നൊക്കെ വാർത്തയുണ്ടെങ്കിൽ പോലും AI സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ദിവസം വീണ്ടും നല്ലൊരു പോസിറ്റീവ് മൊമെന്റം കണ്ടിരുന്നു. AI റിലേറ്റഡ് കമ്പനികളിലേക്ക് നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് കൊണ്ടാണ് ഇപ്പോൾ അതിനുവേണ്ടിയിട്ടുള്ള നിക്ഷേപം കൂടുന്നത് കൊണ്ട് അതിനനുസരിച്ചുള്ള റിട്ടേൺ കിട്ടത്തില്ല. അതുകൊണ്ട് AI ഒരു ബബിൾ ഉണ്ടെന്ന് പലപ്പോഴും പറയുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് 3 ദിവസത്തെ സെല്ലിംഗിന് ശേഷം തന്നെ പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ന്യൂസുകളാണ് കൂടുതലും വരുന്നത്. നെഗറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഫോറിൻ റിസർവ് വീണ്ടും കുറയുന്നു എന്നുള്ളൊരു തരത്തിലുള്ള വാർത്തകളാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റ് ഡേറ്റ കുറഞ്ഞു വരുന്നു എന്നുള്ളതും ഒരു പോസിറ്റീവ് ന്യൂസാണ്. അതുപോലെ തന്നെ മിക്ക റേറ്റിംഗ് ഏജൻസികളും ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇന്ത്യ നിഫ്റ്റിയുടെ ടാർഗറ്റിനെയൊക്കെ 29,000-ലേക്കും 1,00,000-ലേക്കും ഒക്കെ മാറ്റുകയോ ഒക്കെ പുതുക്കി നിശ്ചയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. ഇന്നലെ ഗോൾഡ്മാൻ സാക്സ് ആണ് ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 29,000-ലേക്ക് 2026 അവസാനത്തോടുകൂടി എത്തുമെന്നാണ് പറയുന്നത്. അതിന് തൊട്ട് മുമ്പ് HSBC ഇന്ത്യൻ മാർക്കറ്റ് ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കാം, അതുപോലെ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപം നടത്താൻ ഇനി ശ്രമിക്കാം എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് മോർഗൻ സ്റ്റാൻലി ഇതുപോലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെ റേറ്റിംഗ് ഏജൻസികളെല്ലാം ഇന്ത്യയെ പറ്റി പോസിറ്റീവായിട്ട് പറയുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. RBIയുടെ റേറ്റ് കട്ടും അതുപോലെ GST റിലീഫ്, അതുപോലെ ഫിസ്ക്കൽ ടൈറ്റനിങ് കുറയുന്നത് ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ FIs ഔട്ട്ഫ്ലോ ഉണ്ടെങ്കിൽ പോലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും സാധാരണക്കാരുടെ SIP നിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നതൊക്കെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസിനെയും കൺസ്യൂമർ ഡ്യൂറബിൾസിനെയും അവർ പോസിറ്റീവായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യങ്ങളാണ്. ഇനി വന്ന റിസൾട്ടുകളിൽ ബജാജ് ഫിൻസർവ്, ജിൻഡാൽ സ്റ്റീൽ, KPIT, ഡോംസ്, സോളാർ ഇൻഡസ്ട്രീസ് എന്നിവയിലേക്ക് പോസിറ്റീവ് റിസൾട്ടുകളാണ് വന്നിരിക്കുന്നത്. ഇന്ന് അനൗൺസ് ചെയ്യാൻ ഉള്ള കമ്പനികൾ ബജാജ് ഫിൻസർവ്, ടാറ്റ പവർ, ബയോകോൺ, ബോഷ്, ബൽറാംപൂർ ചീനി, ഭാരത് ഫോർജ്, ബിക്കാജി ഇന്റർനാഷണൽ, കണ്ടെയ്നർ കോർപ്പറേഷൻ എന്നീ കമ്പനികളുടെ എല്ലാം റിസൾട്ട് ഇന്നുണ്ട്. മാർക്കറ്റിനെ കാര്യമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന കമ്പനികളുടെ റിസൾട്ട് ഒന്നും ഇന്നില്ല. അതുപോലെ തന്നെ പഞ്ചസാര ഏതാണ്ട് 15 ലക്ഷം ടണ്ണോടെ കയറ്റുമതി ചെയ്യാൻ അനുമതി നൽകിയ ഷുഗർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. അതുപോലെ തന്നെ ഇന്ത്യ കൂടുതലായിട്ട് ചൈനയെ ആശ്രയിക്കുന്നു, പ്രത്യേകിച്ച് റെയർ എർത്തിന്റെ അതുപോലെ മൈനിങ് മിഷനറിയുടെയും കാര്യത്തിൽ എന്നൊരു ന്യൂസ് ഉണ്ട്. അതല്പം നെഗറ്റീവാണ്. അതുപോലെ സോളാർ പവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് ഓവർ സപ്ലൈ ആണ് എന്ന തരത്തിലുള്ള വാർത്തയുണ്ട്. JK ടയർ ഏതാണ്ട് 5000 ടൺ വീണ്ടും പ്രൊഡക്റ്റ് കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ സ്റ്റോക്സ് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച്